ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ മഹേശ്വരി നമഃ. ഓം ശ്രീ മഹേശ്വരി നമഃ. ഓം ശ്രീ മഹേശ്വരി നമഃ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹ ച ഭഗവതി മഹാദേവി മഹാസുരി. മഹാവിദ്യ മഹതിയായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാന രൂപ മഹാമായ മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നുമുള്ള സ്ഥിതിയിൽ ഇരിക്കുന്ന ബുദ്ധി. മഹാമേധ മഹതിയായി ധാരണാവതിയായിരിക്കുന്ന ബുദ്ധി. മഹാസ്മൃതി മഹതിയായിരിക്കുന്ന വേദവിദ്യ. മഹാമോഹ മഹതിയായിരിക്കുന്ന സംസാരശക്തി. മഹാദേവി മഹാസുരി മഹാദേവപത്നിയും മഹാസുരശക്തിയും നിന്തിരുവടിയായിരിക്കുന്നു. മഹാവാക്യലക്ഷണയാണ് വിദ്യ എന്ന് പറഞ്ഞാൽ. മഹാവാക്യലക്ഷണം. മഹാമായ എന്ന് പറഞ്ഞാൽ സർവ്വ വിഷയങ്ങളിലും ഒന്നിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതായുള്ള ശക്തി, അതാണ് മൂലാവിദ്യ. മഹാമേധ എന്ന് പറഞ്ഞാൽ സകല വസ്തുക്കളുടെയും തത്വങ്ങളെ ധരിക്കുന്നതിന് സാമർഥ്യമുള്ള ബുദ്ധിശക്തിയാണ്. സ്മൃതി, അതുപോലെ ധർമ്മശാസ്ത്രം, വേദവിദ്യ എല്ലാം. മഹാമോഹ എന്ന് പറഞ്ഞാൽ മഹത്തായ രാഗത്തിന് ആശ്രയമായ സംസാരശക്തി. മഹാദേവി ഇന്ദ്രാദി ലോകപാല കർമ്മസ്വരൂപ. മഹാസുരി എന്ന് പറഞ്ഞാൽ രണ്യാക്ഷാദി സ്വരൂപ. അപ്പോൾ ഇങ്ങനെ മഹതിയായിരിക്കുന്ന അവിടുന്ന് മേധ പരബ്രഹ്മ വിഷയജ്ഞാന രൂപയും മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും ഉള്ളതായിരിക്കുന്നു. അതായത് ഇവിടെ ബുദ്ധിഭ്രംശം, മോഹഭ്രംശമാണ് ഇരിക്കുന്ന ബുദ്ധിയും ധാരണാവതിയായിരിക്കുന്ന ബുദ്ധിയും വേദവിദ്യയും സംസാരശക്തിയും മഹാദേവപത്നിയും മഹാസുര ശക്തിയും നിന്തിരുവടിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ബുദ്ധി ഇങ്ങനെ നമുക്ക് മഹാമായ ബ്രഹ്മാദികളെയും മോഹിപ്പിക്കുന്ന ആ വിദ്യാശക്തിയാണ് ഈ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാസുരി മഹത്തായും ദേവപരാജയത്തെ ചെയ്യുന്നതായുള്ള ആസുരശക്തി, അതാണ് മഹത്തായിരിക്കുന്ന ആ അസുരശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 78ാമത്തെ ശ്ലോകം. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രിർമോഹരാത്രിശ്ചദാരുണ. ഗുണത്രയ വിഭാവിനി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സത്വരജസ് തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്നത്. സർവസ്യ പ്രകൃതി, എല്ലാത്തിൻ്റെയും പ്രകൃതി. ത്വം അവിടുന്ന് തന്നെയാകുന്നു. ദേവി നിന്തിരുവടിയാകുന്നു. കാളരാത്രി മഹാരാത്രി, കാളരാത്രിയും മഹാരാത്രിയും. ദാരുണ മോഹരാത്രി ച, അതായത് പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും. ത്വം ഹി അവിടുന്ന് തന്നെ, നിന്തിരുവടി തന്നെ, ദേവി തന്നെ. സത്വ രജസ് തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന സർവത്തിൻ്റെയും പ്രകൃതി അവിടുന്ന് തന്നെയാകുന്നു. കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും അവിടുന്ന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം പ്രകൃതി ഇവിടെ വാസ്തവത്തിൽ ഈ രാത്രി ശബ്ദങ്ങൾ വിശേഷ തിഥികളെ സംബന്ധിച്ച രാത്രികളുടെയും അതുപോലെ തന്നെ ദേവതകളുടെയും പേരുകളായിട്ടാണ് തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ദേവതാത്രയ സമഷ്ടി രൂപിണിയായ യോഗനിദ്രയെ, ദേവതാത്രയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരം, അവരുടെ യോഗനിദ്രയെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സ്തോത്രത്തിന് രാത്രി സൂക്തം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 79ാമത്തെ. ത്വം ശ്രീസ്ത്വമീശ്വരി ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാപുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തിക്ഷാന്തിരേവ ച. ശ്രീ ത്വം ലക്ഷ്മീദേവി, ശ്രീ ഐശ്വര്യം, ലക്ഷ്മീദേവി നിന്തിരുവടിയാകുന്നു. ഈശ്വരി ത്വം ഈശ്വരപത്നി, അതായത് മഹാദേവപത്നി നിന്തിരുവടിയാകുന്നു. ഹ്രീ ത്വം ലജ്ജ നിന്തിരുവടിയാകുന്നു. ബോധലക്ഷണ ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധിയും അവിടുന്ന് തന്നെയാകുന്നു. ലജ്ജ പുഷ്ടി ചെയ്യുവാനുള്ളതിൽ അജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഒരു അറിവില്ലായ്മയുണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാവും, കോൺഫിഡൻസ് കുറവുണ്ടാവും. അതാണ് അജ്ഞാനശങ്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. തഥാ അപ്രകാരം തുഷ്ടി ശാന്തി ക്ഷാന്തി ച,
സന്തോഷവും മനസമാധാനവും ക്ഷമയും ത്വം ഏവ, അവിടുന്ന് തന്നെ ദേവി, നിന്തിരുവടി തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഐശ്വര്യദേവിയായ ദേവതയായ ലക്ഷ്മിയും ഈശ്വരപത്നിയും ലജ്ജയും നിശ്ചയാത്മികയായ ബുദ്ധിയും ചെയ്യുവാനുള്ളതിൽ അജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും നിന്തിരുവടി തന്നെയാകുന്നു. അല്ലയോ ദേവി, അപ്രകാരം സന്തോഷവും മനസമാധാനവും ക്ഷമയും അവിടുന്ന് തന്നെയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു 79-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 80-ാമത്തെ ശ്ലോകം നോക്കാം. ഖഡ്ഗിനി ശൂലിനി ഘോരാഗതിനി ചക്രിണി തഥാ ശംഖിനി ജാപിനി ബാണപുശുണ്ഡി പരിഘായുധ. ഖഡ്ഗിനി, ഖഡ്ഗം വാള്, ഖഡ്ഗിനി എന്ന് വിളിച്ചിരിക്കുന്ന വാളോടുകൂടിയവൾ. ശൂലിനി, ശൂലത്തോടുകൂടിയവൾ. ഘോര, ഒരു കൈയിൽ ശിരസിനെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായ രൂപത്തെ വിചാരിച്ച് ഘോര, ഭയങ്കരി എന്ന് വിളിക്കുന്നു. ഗതിനി, ഗതയോടുകൂടിയവൾ. ചക്രിണി, ചക്രത്തോടുകൂടിയവൾ. ശംഖിനി, ശംഖോടുകൂടിയവൾ, ശംഖം. ചാപിനി, ചാപം വില്ലാണ്, വില്ലോടുകൂടിയവൾ. തഥാ, അപ്രകാരം. ബാണഭുഷുണ്ഡി, ബാണം, ഭുഷുണ്ഡി, പരിഘം എന്നീ ആയുധങ്ങളോടുകൂടി. ബാണഭുഷുണ്ഡി പരിഘായുധ, ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആയുധങ്ങളോടും കൂടിയവളാണ് നിന്തിരുവടി. അതായത് ദേവിയുടെ 10 കരങ്ങളിലും 10 കൈകളിലും വാൾ, ശൂലം, ശിരസ്, ഗദ, ചക്രം, ശംഖ്, വില്ല്, ബാണം, ഭുഷുണ്ഡി, പരിഘം ഈ ആയുധങ്ങളോട് കൂടിയവളാകുന്നു ദേവി. അപ്പം ഇവിടെ ബ്രഹ്മാവ് 10 കൈകളോട് കൂടിയ ആയുധധാരിയായ ദേവിയെ സ്തുതിക്കുന്നു. ചാപിനി എന്ന് പറഞ്ഞാൽ വില്ലോട് കൂടിയവളാണെന്ന് പറഞ്ഞു. അതുപോലെ ബാണം ശരമാണ്. ഭുഷുണ്ഡി ഒരുമാതിരി ദണ്ഡാണ്, വടിയാണ് ഉദ്ദേശിക്കുന്ന ഭുഷുണ്ഡി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഘോര എന്ന് പറഞ്ഞത് കയ്യിൽ കപാലം ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അടുത്ത ശ്ലോകം 81-ാമത്തെ. സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്ത്വതിസുന്ദരി പരാപരാണാം പരമാത്വമേവ പരമേശ്വരി. ഇവിടെ സൗമ്യ, ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളാണ് ദേവി. സൗമ്യതര, അതിശാന്തയാണ്. അശേഷ സൗമ്യേഭ്യ തു, അഖില സുന്ദര പദാർത്ഥങ്ങളിൽ വെച്ചും, അതായത് ലോകത്തുള്ള എല്ലാ സുന്ദര പദാർത്ഥങ്ങളിൽ വെച്ചും അതിസുന്ദരി. പരാപരാണാം, ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ പരമാപരമേശ്വരി, അത്യുത്കൃഷ്ടയാണ്. പരമേശ്വര പത്നിയും ത്വം ഏവ, മഹാദേവൻ്റെ പത്നിയും നിന്തിരുവടി തന്നെ. ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വെച്ച് അതിസുന്ദരിയും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ അത്യുത്കൃഷ്ടയും പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ. പര, അപര ഇന്ദ്രാദികൾ, പര ബ്രഹ്മാദികൾ. 81-ാമത്തെ ശ്ലോകം കൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും സംവദിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം വീണ്ടും ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.